ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കുവൈത്തിൽ തൊഴിലാളികളുടെ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ 11 പേർ മലയാളികൾ. ആകെ മരിച്ച 41 പേരിൽ 21 പേരും ഇന്ത്യക്കാരാണ്. മരിച്ചവരിൽ 21 പേരുടെ വിവരങ്ങൾ ലഭ്യമായി. മരിച്ചവരിൽ പേരുവിവരങ്ങൾ ലഭിച്ചത് ഇവരുടേത്: ഷിബു വർഗീസ്, തോമസ് ജോസഫ്, പ്രവീൺ മാധവ് സിംഗ്, ഷമീർ, ലൂക്കോസ് വടക്കോട്ട് ഉണ്ണുണ്ണി, ഭുവനഫ് റിച്ചാർഡ്, റോയ് ആനന്ദ, കേളു പൊന്മലേരി, സ്റ്റീഫൻ അബ്രഹാം സാബു, അനിൽ ഗിരി, മുഹമ്മദ് ഷെരീഫ, സാജു വർഗീസ്, ദ്വാരികേഷ് പട്ടനായക്, മുരളീധരൻ PV, വിശ്വാസ് കൃഷ്ണൻ, അരുൺ ബാബു, സാജൻ ജോർജ്, രഞ്ജിത്ത് കുണ്ടടുക്കം, റെയ്മണ്ട് മക്ബന്ദൈ ഗഹോൽ, ജീസസ് ഒലിവറോസ് ലോപ്സ്, ആകാശ് ശശിധരൻ നായർ, ഡെന്നി ബേബി കരുണാകരൻ എന്നിവരാണ് മരിച്ചത്. തീപിടുത്തമുണ്ടായത് മലയാളിയുടെ ഉടമസ്ഥതയുള്ള കമ്പനിയിലെ ജീവനക്കാർ താമസിച്ച ഫ്ളാറ്റിലാണ്. മാങ്കഫിൽ NBTC കമ്പനിയുടെ 4-ാം നമ്പർ ക്യാമ്പിലാണ് അഗ്നിബാധയുണ്ടായത്. പുലർച്ചെ 4-നാണ് തീപിടുത്തമുണ്ടായത്. മുഴുവൻ പേരും ഉറക്കത്തിലായിരുന്നപ്പോഴാണ് തീ പടർന്നു പിടിച്ചത്. 20 ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ തിക്കും തിരക്കുമുണ്ടായി. രക്ഷപ്പെടാനായി കെട്ടിടത്തിന് പുറത്തേക്ക് ചാടി നട്ടെല്ലിന് പരിക്ക് പറ്റിയ നിരവധി പേർ ചികിത്സയിലാണ്. 5 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. അൽ അദാൻ ആശുപത്രിയിൽ 30 ഇന്ത്യക്കാർ ചികിത്സയിലുണ്ട്. അൽ കബീർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 11 പേരാണ്. 10 പേരെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. ഫർവാനിയ ആശുപത്രിയിൽ 6 പേർ ചികിത്സയിലുണ്ട്. 4 പേരെ ഡിസ്ചാർജ് ചെയ്തു. പരിക്ക് പറ്റി ചികിത്സയിലുള്ളവർ മിക്കവരും ഇന്ത്യക്കാരാണ്. മുഴുവൻ സഹായവും നൽകുമെന്ന് അംബാസിഡർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.